السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من لا يدعو الله عز وجل وغضب عليه رواه الترمذي. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി 3373 ഹദീസ് നമ്പറായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അള്ളാഹുവിനോട് ദുആ ചെയ്യാത്തവന്റെ മേൽ അള്ളാഹുവിന്റെ കോപം ഉണ്ടായിരിക്കും എന്നാണ് ഹദീസിന്റെ സാരം. മറ്റൊരു ഹദീസിലുള്ളത് മല്ലം യസ്അലില്ലാഹി യഗ്ളബു അലൈഹി, അള്ളാഹുവിനോട് ഏതൊരാളാണോ ചോദിക്കാത്തത് ആ ചോദിക്കാത്തവന്റെ മേൽ അള്ളാഹുവിന്റെ ഗളബ് ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ആവശ്യപ്പെടുന്നത് അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് നിർവചനം നൽകപ്പെട്ടിട്ടുണ്ട്. ദുആ എന്ന് പറഞ്ഞാൽ അതാണ് ഇബാദത്ത് എന്നത്. ആ ദുആ നിർവഹിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ സൂറത്തുൽ ബഖറയിലെ നമുക്കൊക്കെ അറിയാവുന്ന 186-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമകൾ അള്ളാഹു എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിന് നൽകേണ്ട മറുപടി എന്താ? അള്ളാഹു എന്നെ പരിഗണിക്കുന്നില്ല, അള്ളാഹു എന്നോട് ഇഷ്ടമില്ലാത്തവനാണ്, അള്ളാഹുവിന്റെ ദുആക്ക് ഇജാബത്ത് ചെയ്യാത്തവനാണെന്നൊക്കെ തോന്നാറില്ലേ? എന്നാൽ അത്തരം ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടത് ഫഇന്നി ഖരീബ്, തന്റെ കണ്ടതാടിയേക്കാൾ കൂടുതൽ അടുത്ത് റബ്ബുണ്ട് എന്നാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഫഇദാ ദഅക അങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹു പറയാ എന്നോട് ദുആ ചെയ്താൽ ഫഅസ്തജീബു ലഹു, ഞാൻ അവന് ഉത്തരം നൽകാം. നമുക്കൊക്കെ അറിയാമല്ലോ, ഇന്നലെയൊക്കെ കേൾപ്പിച്ചതുപോലെ 40-ാമത്തെ സൂറത്ത് ഗാഫിറിലെ 60-ാമത്തെ ആയത്ത് വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബു ലക്കും, എന്റെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ പറയുക വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഉദ്ഉനി അസ്തജിബു ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുവീൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ശേഷം പറഞ്ഞ വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമുണ്ട്, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ, എന്നോട് ദുആ ചെയ്യുന്നതിൽ നിന്ന് ആര് വൈമുഖ്യം കാണിക്കുന്നുവോ, ചില ആൾക്കാർക്ക് അങ്ങനെയാണ്, എന്തിനാ ഞാനൊക്കെ ദുആ ചെയ്യുന്നത്, അല്ലെങ്കിൽ ദുആ ചെയ്തിട്ടുള്ള പരിഗണിക്കാത്തത് എന്നൊക്കെ രൂപത്തിലുള്ള പല രൂപത്തിലുണ്ടാവും. അതോടുകൂടി തന്നെ മറ്റൊന്നെന്താ, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും പോരാ. ഏതെങ്കിലും ഒരാളതിന്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ പോസ്റ്റ് ചെയ്താൽ റാഹത്തായി, ഭയങ്കര ദുആ, ഇജാബത്തുള്ള ദുആ. ആരോടാ ദുആ ചെയ്ത്? അള്ളാഹുവിനോട് ദുആ ചെയ്തു, അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളോടും ദുആ ചെയ്തു. അത്തരം ആളുകളോട് ചൊല്ലും ശേഷം താമസം വിന അവർ നരകത്തിലെത്തും. എന്താ ഇതിന്റെ കാരണം? കുഫർ വരും. വിശ്വാസം നഷ്ടപ്പെട്ടാൽ കുഫർ വരും. ഒരു ഉദാഹരണം നമുക്ക് കാണാൻ പറ്റും പരിശുദ്ധ ഖുർആനിലെ 53-ാമത്തെ സൂറത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറമിൽ വെച്ച് മക്കാ മുശ്രിക്കുകളുടെ മുമ്പിൽ വെച്ച് പരസ്യമായി ഓതിയതാണ് ആ സൂറത്ത്. ആ സൂറത്തിൽ ആകെയുള്ളത് 62 ആയത്താ. ആ 62-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു വസ്ജുദൂ ലില്ലാഹി വഅബ്ദു, നിങ്ങൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുകയും അവന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുകയും ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഓതി കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും സുജൂദ് ചെയ്തു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും തിർമിദിയും നസായിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാണാൻ പറ്റും. ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന് പറയുന്ന വ്യക്തി ചെയ്തില്ല. അയാൾ അഹങ്കാരം നടിച്ചു, അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യാൻ മടിച്ചു. എല്ലാവരും മണ്ണ് പോയി സുജൂദ് ചെയ്യുക, അത്ര വലിയ മോശക്കാരൊന്നും അല്ല ഞാനെന്ന് പറഞ്ഞിട്ട് ഒരു പിടി മണ്ണ് വാരിയെടുത്ത് നെറ്റിമങ്ങനെ തേച്ചു. അവ തേക്കുന്നത് എന്താണെന്ന് ഇപ്പൊ മനസ്സിലാക്കണം. ഈ നെറ്റിമ തേക്കുന്നത് എന്തിന്റെ ഉദ്ദേശത്തിലാണെന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ അത്ര മോശക്കാരനൊന്നുമല്ല, ഇതിങ്ങോട്ട് വരട്ടെ, എന്റെ തലമുറക്ക് വരട്ടെ, ഞാനാ വലിയോ എന്ന് കാണിക്കാൻ വേണ്ടിയാ. അങ്ങനെ കാണിച്ച ആ വ്യക്തി പിന്നീട് അവിശ്വാസിയായ നിലയിൽ കൊല്ലപ്പെട്ടതായി ഞാൻ കണ്ടു എന്ന് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു. ചെറിയൊരു കുഫറിന്റെ ലാഞ്ചന വന്നപ്പോഴത്തേക്ക് ഈ രൂപത്തിൽ വിശ്വാസം തകർന്നു പോവുകയും അള്ളാഹ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ പുലർന്നു കാണുകയും ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് തന്നെ. അതുകൊണ്ട് ദുആ ഇരക്കാതിരിക്കുക എന്നുള്ളത് വലിയ കുറ്റകരമാണ്, ക്രോധകരമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ യദ്ഉല്ലാഹ, ആര് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്നു ഇല്ലയോ, അസ്സ വജല്ല അജയ്യനും പ്രതാപിയുമായ അള്ളാഹുവിനോട് ഏതെങ്കിലും ഒരാൾ ദുആ ചെയ്യാതെ ഇരുന്നാൽ അവന്റെ മേൽ അള്ളാഹുവിന്റെ കോപമുണ്ടാകും.
കോപം വരാതിരിക്കാൻ, അള്ളാഹുവിന്റെ പ്രീതി പിടിച്ചു പറ്റാൻ, അള്ളാഹുവിന്റെ അനുകമ്പയുണ്ടാകാൻ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാകാൻ വെച്ച ഒരു മാർഗം അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുന്ന മുവഹിദുകളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി സംഭവിച്ചു പോകുന്ന എല്ലാ വീഴ്ചയും അബദ്ധവും അനർത്ഥവും തെറ്റും കുറ്റവും പാപവും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖികളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന വിഷമവും പ്രയാസവും ശാരീരികമായ അസ്വസ്ഥതയും മാനസികമായ ബുദ്ധിമുട്ടും മാറ്റിവെച്ച് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസൂയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങൾ അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.